ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സത്യനാരായണൻ, സ്വദേശ് കാസർഗോഡാണ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിസൾട്ടിൻ്റെ വീഡിയോ ആണ്. അതും ഒരു 10 മാസത്തെ റിസൾട്ടാണ്. വ്യത്യസ്തമായ റിസൾട്ട് എന്ന് വേണം പറയാം. റിയൽ ടൈം സഫയറിൻ്റെ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ എങ്ങനെയാണ് നമ്മൾക്ക് റിസൾട്ട് തരുന്നതെന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈയിടെയായിട്ട് ഒരുപാട് ഡോക്ടേഴ്സും ഒരുപാട് ക്ലിനിക്സും ഇങ്ങനെ ദുഷ്പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. റിയൽ ടൈം ചെയ്ത് അങ്ങനെയാണ് സഫയർ റിസൾട്ട് വരില്ല. അതായത് അവർക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അത് മോശമാണ് എന്ന് പറയുന്ന കോമൺ ടെക്നിക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് സഫയർ എന്നും എന്താണ് റിയൽ ടൈം എന്നും എന്താണ് റിസൾട്ട് എന്നും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ പേര് ഹാരിസ് എന്നാണ്. സ്വദേശം പരവൂരാണ്. ഓക്കെ, ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറാണ്. ഒരു സെലിബ്രിറ്റിയോ ഒന്നുമല്ല. അതും അതെ, പല ആൾക്കാരും പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, സെലിബ്രിറ്റീസിന് ഭയങ്കരമായിട്ട് റിസൾട്ട്സ് കിട്ടും, സാധാരണക്കാരന് റിസൾട്ട് ഇല്ല. ഐ ചലഞ്ച് യു, സാധാരണക്കാരന് ആയിരക്കണക്കിന് ആൾക്കാരുടെ റിസൾട്ട് എനിക്കറിയാം. ഓട്ടോ ഡ്രൈവർ മുതൽ സാധാരണ കൂലിപ്പണിക്കാരെ മുതൽ എല്ലാ ആൾക്കാരും എൻ്റെ വീട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാനും ഒരു സാധാരണക്കാരൻ, ഞാനൊരു സെലിബ്രിറ്റി ഒന്നുമല്ല. ഞാനിപ്പോൾ സർജറി ചെയ്തിട്ട് 5 വർഷം കംപ്ലീറ്റ് ചെയ്തു. 2019 എൻ്റെ ആദ്യത്തെ സിറ്റിംഗ്. ഓക്കെ, എൻ്റെ ബിഫോർ ഫോട്ടോ ഇതാണ്. ഞാൻ കേരളത്തിലെ നിരവധി ക്ലിനിക്കുകളെ ബന്ധപ്പെട്ട ഒരാളാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് എന്നെ റിജക്റ്റ് ചെയ്തതാണ്. കുറേ ക്ലിനിക്കുകൾ ചെയ്യാമെന്ന് പറഞ്ഞു. ചെയ്യുന്നത് ഞാൻ 5 ലക്ഷം 6 ലക്ഷം രൂപയൊക്കെയാണ് എമൗണ്ട് പറഞ്ഞത്. പല ആൾക്കാർ കളിയാക്കി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം 10 വർഷം വിഗ് ഉപയോഗിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കുകയും ഒരുപാട് ക്ലിനിക്കിൽ സെർച്ച് ചെയ്യും. 30ഓളം ക്ലിനിക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ സെർച്ച് ചെയ്ത ഒരാളാണ്. അങ്ങനെ പിന്നെ അവസാനമാണ് പൂനെയിൽ പോയിട്ട് സർജറി ചെയ്തത്. 2019 ഒക്ടോബറിലാണ് ഞാൻ സർജറി ചെയ്തത്. അതിനുശേഷം ഞാൻ സർജറി ചെയ്ത് അതേ ക്ലിനിക്ക് കൊച്ചിയിൽ ഓപ്പൺ ചെയ്തു. സെയിം ഡോക്ടേഴ്സ് ആൻഡ് ടീം കൊച്ചിയിൽ ഓപ്പൺ ചെയ്തു. അങ്ങനെ കൊച്ചിയിലാണ് 2ാമത് സിറ്റിംഗ് ചെയ്തത്. 2 സിറ്റിംഗ് ആയിട്ട് തലയുടെ ബാക്ക് സൈഡ്, ഡോണർ ഏരിയ ആൻഡ് താടി ആൻഡ് ചെസ്റ്റ് ഒരു 8000 ഗ്രാഫ്റ്റാണ് എൻ്റെ മൊത്തം തലയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം 5 വർഷം കംപ്ലീറ്റ് ചെയ്തു. സെയിം ക്ലിനിക്ക് ട്രിവാൻഡ്രത്ത് ഓപ്പണായി. അതേപോലെ ഹാപ്പി ന്യൂസാണ് കാലിക്കറ്റ് ക്ലിനിക്ക് ഓപ്പൺ ചെയ്തു. മലബാറിലെ ആൾക്കാർക്ക് ഏറ്റവും നല്ലതാണ് കാലിക്കറ്റ്. ഓക്കെ, എന്തായാലും ഞാൻ ഇന്നത്തെ റിസൾട്ട്സിൻ്റെ വീഡിയോയിലോട്ട് വരാം. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ബിഫോർ ഫോട്ടോ ഞാൻ ഒന്ന് കാണിക്കാം. നോക്കിയേ, കഷണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഹെയർ ലൈനിൽ കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. മിഡിൽ മുതൽ ഏകദേശം ക്രൗൺ വരെ തിന്നിങ് കൊണ്ട് കഷണ്ടി ഉണ്ട്. വെരി ടഫ് കേസാണ്. ഇങ്ങനത്തെ കേസുകൾ അറ്റൻഡ് ചെയ്യുക അത്ര എളുപ്പമല്ല. കാരണം എക്സിസ്റ്റിംഗ് ഹെയർ ഉണ്ട്, അതിൻ്റെ ഇടയിൽ വേണം ട്രാൻസ്പ്ലാന്റ് ചെയ്യാനും ഈ എക്സിസ്റ്റ് ഹെയർ പോകാനും പാടില്ല. അപ്പോൾ എക്സിസ്റ്റിംഗ് ഹെയർ പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മെഡിസിൻസ് മസ്റ്റായിട്ട് വേണം. ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ റൂട്ട് ഡാമേജ് ആവാനും പാടില്ല. അതാണ് സഫയറിൻ്റെ ഇമ്പോർട്ടൻറ്റ്. സഫയർ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് സഫയർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഒരു റോള് വഹിക്കുന്നുണ്ട്. നോർമലി ചെയ്യുന്ന നീഡിൽ കൊണ്ടാണ്. നീഡിൽ കൊണ്ട് സ്റ്റൈനസ് സ്റ്റീൽ നീഡിലാണ്. സ്റ്റൈനസ് സ്റ്റീൽ നീഡിൽ ചെയ്യുമ്പോൾ ടൈറ്റ് സ്കിന്നില്ലവർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു കുഴിയിൽ നിന്നൊരു മുടി വന്നൊരു ഫീലിംഗ് വരാറുണ്ട്. അതേപോലെ തന്നെ അത്ര ഫിനിഷിംഗ് അല്ല. പക്ഷേ സഫയറിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു ബ്ലേഡാണ്, ഡയമണ്ട് പോലത്തെ ഒരു സഫയർ സ്റ്റോണിൻ്റെ ഒരു ബ്ലേഡാണ് വരുന്നത്. അതുകൊണ്ടാണ് സ്ലിറ്റിംഗ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫിനിഷിംഗ് ആണ്. ടിഷ്യൂ ഡാമേജ് വളരെ കുറവാണ്. അതാണ് ഇതിൽ പ്രത്യേകത. ഓക്കെ, എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ബിഫോർ ഫോട്ടോസ് ഞാൻ കാണിക്കാം. നോക്കിയേ, ഡോണർ നല്ല ഡോണറാണ്, നല്ല വലിയ തലയാണ്. വേറൊരു അത്ഭുതം എന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഹെഡിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് വെറും 3000 ഗ്രാഫ്റ്റ് മാത്രമാണ്. അതാണ് ഇവിടെ ഒരു പ്രത്യേകത. പല ആൾക്കാരും ഈ ഒരു തല ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ 5000-6000 ഗ്രാഫ്റ്റ് പറയും. പക്ഷേ ഇദ്ദേഹത്തിന് യൂസ് ചെയ്തിരിക്കുന്നത് വെറും 3000 ഗ്രാഫ്റ്റ് മാത്രമാണ്. 3000 ഗ്രാഫ്റ്റ് കൊണ്ടാണ് ഇത്രയും ചെയ്തിരിക്കുന്നതും. അതേപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫോട്ടോസ് ഞാൻ കാണിക്കാം. നോക്കിയേ, ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ട് ഹെയർ ലൈൻ, ഒരു വ്യത്യസ്തമായൊരു ഹെയർ ലൈൻ എന്ന് പറയാം. ഓക്കെ, എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ റിസൾട്ട്സ് കാണാൻ നിങ്ങൾക്ക് തീർച്ചയായും അത്ഭുതപ്പെട്ടു പോയി ഇദ്ദേഹത്തിൻ്റെ റിസൾട്ട് കണ്ടാൽ. ഇന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഏകദേശം 10 മാസം കഴിഞ്ഞു. കാരണം ഏപ്രിൽ 22 2024 അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ഓക്കെ, ഇന്നത്തെ റിസൾട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. സീ ദിസ്, ഏത് ലെവലിലാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. കാരണം അൺബിലീവബിൾ എന്ന് വേണം പറയാം. അത്രയും ഹെവി റിസൾട്ടാണ്. നല്ല ഹെയർ ലൈനാണ്. സർജറി സെയിം ക്ലിനിക്കിലാണ് ചെയ്തിരിക്കുന്നത്. കൊച്ചി ബ്രാഞ്ചിലാണ് ചെയ്തത്. ആൻഡ് അവിടുത്തെ അതൊരു ഡോക്ടേഴ്സ് ആൻഡ് ടീമാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് റിസൾട്ട്സ്. അദ്ദേഹം ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു റീൽ പോലെ അയച്ചത്. നോക്കിയേ വീഡിയോ നോക്കിയേ. കാരണം അത്രയും അമേസിങ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. പ്രത്യേകിച്ചും ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുമ്പം അവർ ഒരുപാട് ആൾക്കാരെ ഫോട്ടോ എടുക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അവരുടെ ഗ്ലാമർ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സംഭവിച്ചത്. ജീവിതം തിരിച്ചു കിട്ടിയെന്ന് പറയാം. അത്രയും കോൺഫിഡൻ്റ് ആണ് പുള്ളി. ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന നീഡിൽ മോശം എന്നല്ല. ഞാൻ നീഡിൽ സർജറി ചെയ്ത ഒരാളാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നീഡിൽ മെത്തേഡ് മോശം എന്നല്ല. പക്ഷേ സഫയർ ഒന്നുകൂടി മെച്ചമാണ്, അഡ്വാൻസ്ഡ് ആണ്, കുറച്ചുകൂടി ഫിനിഷിങ് കൂടുതലാണ്. റിയൽ ടൈം എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റ് എടുക്കുന്നു, ഇമീഡിയറ്റ് ഇംപ്ലാന്റ് ഇതിനെ പ്രിസർവ് ചെയ്ത് കുറേ സമയം വെക്കുന്നില്ല. അതാണ് റിയൽ ടൈം എഫ്യുവിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഗ്രാഫ്റ്റ് ഡാമേജ് 0 ആണ്.
എന്തായാലും നല്ലൊരു റിസൾട്ട് ഇദ്ദേഹത്തിന് കിട്ടി. നിങ്ങൾക്ക് ഈ റിസൾട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. എനിക്ക് തോന്നുന്നില്ല ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ പറയാൻ സാധ്യത വളരെ കുറവാണ്. അത്രയും മാജിക്കൽ റിസൾട്ട് എന്ന് വേണം പറയാം. കാരണം ഇതിൻ്റെ ഒരു പോസ്റ്റർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഒരുപാട് റിക്വസ്റ്റ് വന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ പോകണം, എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ പോകണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്നാലും ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരിയുടെ പഴയ വീഡിയോസെല്ലാം കാണാൻ ഒരുപാട് ആൾക്കാരുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് റിസൾട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്താ ഹെയർ ട്രാൻസ്പ്ലാന്റ് എങ്ങനെ ചെയ്യുക, ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്തൊക്കെ കെയർ ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഫുഡ് കഴിക്കുക, പല കാര്യങ്ങളും എൻ്റെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്ന വ്യക്തികൾ പഴയ വീഡിയോസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്, ഫോളോ ചെയ്യുക. ഒരുപാട് റിസൾട്ട്സിന് റീൽസൊക്കെ ഞാൻ ഇൻസ്റ്റയിലാണ് ഇടാറുള്ളത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.